മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മാറ്റങ്ങൾ ചിലപ്പോൾ വേദനകൾ സമ്മാനിച്ചേക്കാം. പക്ഷേ ചിലപ്പോഴൊക്കെ അത് ജീവിതത്തിൽ അനിവാര്യമായിരിക്കും. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിൻ്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. ഭക്തരെ, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവ തിരുത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യും. ഒരാളെ ഇഷ്ടമല്ല എന്നു കരുതി അവർ ചെയ്യുന്നതിൽ എല്ലാം കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക എന്നത് നിങ്ങളുടെ കഴിവുകേടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭക്തരെ, ഒരിക്കൽ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും അതേപോലെ തന്നെ തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. നിങ്ങൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും അതേ രീതിയിൽ മടക്കി നൽകാത്തവരോട് ബന്ധം സ്ഥാപിക്കാതിരിക്കുക. അത് സ്നേഹബന്ധമായാലും സൗഹൃദമായാലും അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ സമയവും ഊർജവും നൽകുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അതേ അനുഭവങ്ങൾ അവർക്കുമുണ്ടാകണം. ഭക്തരെ, സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരവസരം ഉണ്ടാക്കിക്കൊടുക്കരുത്. നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഇടങ്ങളാണ്. ധീരമായി ഉപേക്ഷിക്കുക. അന്തസ്സായി ജീവിക്കുക. ഭക്തരെ, ജീവിതമെന്നത് നിങ്ങൾ അറിയും മുമ്പേ അത് പകുതിയും തീർന്നു പോകുന്നു. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.